T20 വേൾഡ് കപ്പ് അവസാനിച്ചു. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഏകദിന വേൾഡ് കപ്പിന് വേണ്ടിയാണ്. അടുത്ത വർഷം സൗത്ത് ആഫ്രിക്കയിലാണ് ഏകദിന വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഇനി ഇന്ത്യയുടെ അടുത്ത ഏകദിന സീരീസ് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഇപ്പോഴത്തെ സഞ്ജുവിന് സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. സഞ്ജുവും ഇഷാനും ഏകദിന ടീമിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി IPL തുടങ്ങാൻ കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. IPL കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏകദിന സീരീസ് തുടങ്ങുകയാണ്. ഇനി ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് ഏകദിന വേൾഡ് കപ്പാണ്. അതുകൊണ്ട് പുതിയൊരു ടീമിനെ വാർത്തെടുക്കാനാണ് ഗൗതം ഗംഭീറിന്റെ പദ്ധതി. ഇപ്പോഴിതാ 3 താരങ്ങൾക്കാണ് സ്ഥാനം നഷ്ടമായിരിക്കുന്നത്. ഋഷഭ് പന്ത്, KL രാഹുൽ, ജഡേജ. ഈ 3 താരങ്ങളെ ഒഴിവാക്കിയേക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. നിലവിൽ ഇന്ത്യയുടെ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ചോയ്സ് രാഹുൽ തന്നെയാണ്. പക്ഷേ താരത്തിന് 34 വയസ്സുണ്ട്. ഇനി രാഹുൽ വരുന്ന മാച്ചുകളിൽ ഫോം ഔട്ട് ആയാൽ താരത്തെ കീപ്പിംഗിൽ നിന്ന് മാറ്റുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അതുപോലെ തന്നെ ജഡേജ ഇനി ഇന്ത്യൻ ടീമിൽ കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ജഡേജ തന്റെ അവസാന മത്സരം കളിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. നിലവിൽ ജഡേജ ഔട്ട് ഓഫ് ഫോം ആണ്. അതുകൊണ്ട് ഏകദിന വേൾഡ് കപ്പിൽ ജഡേജ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി ഋഷഭ് പന്തിന്റെ കാര്യമെടുത്താൽ ഋഷഭ് പന്തിനെ ടെസ്റ്റിൽ മാത്രം ഒതുക്കാനാണ് BCCI പദ്ധതിയിടുന്നത്. ഏകദിനത്തിൽ ഋഷഭ് പന്തിന് വലിയ റെക്കോർഡില്ല. 2 പുതിയ താരങ്ങളെയാണ് ഇപ്പോൾ ഏകദിനത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഒന്ന് സഞ്ജുവും മറ്റേത് ഇഷാനുമാണ്. സഞ്ജുവിനോടാണ് ഇപ്പോൾ BCCIക്ക് കൂടുതൽ ഇഷ്ടം. കാരണം IPL കളിച്ചിട്ട് കാര്യമില്ല. ICCയുടെ ടൂർണമെന്റുകളിൽ മികച്ച കളി കാഴ്ചവെച്ചാൽ ആ താരത്തിന് പ്രത്യേക പരിഗണനയാണ്. അഭിഷേകിന്റെ കാര്യമെടുത്താൽ അഭിഷേക് എല്ലാ മാച്ചിലും നന്നായിട്ട് കളിച്ചു. എന്നാൽ ICC ടൂർണമെന്റിൽ വീക്കായി. അതുകൊണ്ട് എക്സ്പീരിയൻസ് ആയ താരങ്ങളെ മാത്രമാണ് ഏകദിന വേൾഡ് കപ്പിൽ പരിഗണിക്കുന്നത്. സഞ്ജുവിന് ഏകദിനത്തിൽ മികച്ച റെക്കോർഡുണ്ട്. ലാസ്റ്റ് കളിച്ച മാച്ചിൽ സെഞ്ചുറിയാണ് സഞ്ജു അടിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ അടുത്ത ഏകദിന സീരീസ് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ജൂണിലാണ് ഇത് നടക്കുന്നത്. സഞ്ജു അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സഞ്ജു ഏകദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.